തലസ്ഥാനത്തെ പുതുവത്സര ആഘോഷങ്ങളുടെ അവസാന വാക്ക്. രാത്രികാല ജീവിതത്തിന് അതിർവരമ്പുകളില്ലാത്തൊരിടം. പുതുവത്സരാഘോഷങ്ങൾക്ക് ഒരു കാലത്ത് വിദേശികളും സ്വദേശികളും ഒരുപോലെ ഒത്തുകൂടിയിരുന്ന കോവളത്ത് ഇന്ന് സ്ഥിതി അതല്ല. മുൻകാലത്തെ സുരക്ഷാ വീഴ്ചകൾ കണക്കിലെടുത്താണ് ഈ വർഷവും നിയന്ത്രണം. ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കറക്റ്റ് അവർ വേറെ കുറ്റകൃത്യങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള DCC സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ജീവനക്കാരെ മാത്രമേ അവിടെ ജോലിക്ക് നിർത്താവുന്നുള്ള നിർദ്ദേശമുണ്ട്. അതിൽ പോലീസും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഒത്തൊരുമിച്ചെടുത്ത ഈ നിയന്ത്രണങ്ങളിൽ ഏറിയ പങ്കും ഹോട്ടലുകൾക്കുള്ളതാണ്. നമുക്ക് 12:30 1 മണിക്കൊക്കെ ഗസ്റ്റ് വരും. ആ സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു അവരെ കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ, കാരണം ആ സമയത്തുള്ള തിരക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ബ്ലോക്ക് ചെയ്യുന്നതാണ്. ചില ഗസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് അവർ തിരിച്ചു പോകുന്നു, സ്റ്റേ ചെയ്യുന്ന പറഞ്ഞാൽ അവർ സിറ്റിയിൽ പോകും. അപ്പോൾ അതൊരു കഴിവതും അവർ സോർട്ട് ഔട്ട് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതുവത്സര ദിവസം രാത്രി 12:30 തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന ബീച്ച് ലോകത്തൊന്നേ കാണൂ. അത് കോവളത്തേതാണ്. When I first came, there was no restrictions. I can understand if they want to close things at 12 o'clock because of alcohol. The young people might want to drink a lot more than they normally do, but then it's also taken away the freedom of the young people. ഈ നിയന്ത്രണങ്ങളൊക്കെ നല്ലതാണെന്ന് തോന്നും ഒരുപക്ഷെ ലൈഫ് ഗാർഡുകൾക്ക് പറയാനുള്ളത് കേട്ടാൽ. സ്വദേശ വിദേശ സഞ്ചാരികളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരുടെ രക്ഷകരായി നിൽക്കുന്ന ലൈഫ് ഗാർഡുകൾക്ക് ഏതൊരു തരത്തിലുള്ള സുരക്ഷിതത്വവും സർക്കാർ ഒരുക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കച്ചവടക്കാർക്ക് പറയാനുള്ളതും ഇതുതന്നെ. കച്ചവടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തടി കേടാകാതെ കിട്ടിയാൽ ഭാഗ്യം. 12 മണിക്ക് ശേഷമുള്ള കച്ചവടത്തിന് വേണ്ടി ഇരിക്കില്ല, കാരണം തിരക്ക് നമുക്കുണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത കച്ചവടമായിരിക്കും. വിൽക്കണേക്കാൾ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ ക്ലോസ് ചെയ്യും. ഹോട്ടലുകൾ, ബാറുകൾ, പബ്ബുകൾ അടക്കമുള്ളവയും സ്ട്രീറ്റ് ഫുഡ് അടക്കമുള്ളവയും ഒക്കെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നൈറ്റ് ലൈഫ് പ്രാവർത്തികമാകുന്നത്. ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്.